അപ്പോൾ പടക്കളം OTT റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, കാരണം എന്തായാലും സ്പോയിലർ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ നേരെ പോയേക്കാം. പടക്കളം അത്യാവശ്യം നല്ല പടമാണ് കേട്ടോ. തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ലപോലെ എൻജോയ് ചെയ്തൊരു പടമാണ്. മലയാളത്തിൽ അധികം കണ്ട് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റാണ്. അതിൽ മിക്കവർക്കും ഡൗട്ട് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്, ജിതിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ചത് അവൻ്റെ ബ്ലഡാണ്. ബട്ട് അതെങ്ങനെ കിട്ടി? സുരാജിൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ മൂക്കിൽ നിന്ന് വന്ന ബ്ലഡ് വെച്ച് തന്നെയാണ്. ബട്ട് ജിതിൻ്റെ ബ്ലഡ് എങ്ങനെ കിട്ടി? അതിലൊരു ഹിഡൻ ഡീറ്റെയിൽ ഉണ്ട്. ആ ഒരു ബോക്സിൽ ജിതിൻ്റെ ബ്ലഡ് വീണിട്ടാണല്ലോ ജിതിനെ രഞ്ജിത്ത് കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു സമയം ബസ്സിൽ വെച്ചൊരു വഴക്ക് നടക്കുമ്പോൾ ആ ഒരു വഴക്ക് ഒത്തുതീർക്കാനായിട്ട് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ എഴുന്നേറ്റ് ചെല്ലുന്നുണ്ട്. ആ സമയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ജിതിൻ കൈ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ജിതിൻ്റെ ഫ്രണ്ട് ജിതിനെ തള്ളുന്നുണ്ട്. ആ സമയം കൈ കടിച്ചുകൊണ്ടിരുന്ന ജിതിൻ്റെ കൈ മുറിഞ്ഞ് കാണും ആ ഒരു തള്ളുന്ന സമയത്ത്. അങ്ങനെയാണ് ജിതിൻ്റെ ബ്ലഡ് ആ ഒരു ബോക്സിൽ വന്നത്. അതുപോലെ ഈ ഒരു കാര്യം ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ കണ്ടുപിടിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് ലാബിൽ ചെന്ന് ഈ ഒരു ബാഗ് മാറ്റുന്ന സമയത്ത് ജിതിൻ്റെ വിരലിലായിട്ടൊരു ബാൻഡേജ് കാണിക്കുന്നുണ്ട്. മേ ബി അത് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ജിതിൻ്റെ ബ്ലഡ് തന്നെയാണ് ആ ബോക്സിൽ വീണതെന്ന് ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ഉറപ്പിച്ചത്. പിന്നെ ഇവരുടെ കരുക്കൾ, അതായത് ആ ഒരു ബോക്സിലെ ഗെയിമിൽ ഉണ്ടായിരുന്ന കരുക്കൾ ആരൊക്കെയാണെന്നും ആരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നതെന്നും നോക്കാം. സിംഹം, ആന, കുതിര, ഇത് മൂന്നുമാണ് അതിനകത്തുണ്ടായിരുന്നത്. സിംഹം ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറാണ്, ആന സുരാജിൻ്റെ ക്യാരക്ടറും, പിന്നെയുള്ളത് കുതിരയാണ്, അത് ജിതിനാണ്. ഇത് ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ബോഡി സാപ്പ് നടക്കുന്ന ടൈമിൽ ഇവർ വീഴുമ്പോൾ ഇവർ ഏത് കരുക്കളായിട്ടാണോ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ഒരു സൗണ്ടിലാണ് കേൾപ്പിക്കുന്നത്. ആ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത്. ആ ഒരു സമയത്ത് ജിതിൻ വീഴുമ്പോൾ കുതിരയും, ഷറഫുദ്ദീൻ വീഴുമ്പോൾ സിംഹവും, സുരാജ് വീഴുമ്പോൾ ആനയുടെ സൗണ്ടും ആണ് കേൾക്കുന്നത്. ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഒരു സൗണ്ട് പോലും കറക്റ്റായിട്ട് നമ്മുടെ ഡയറക്ടർ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനൊരു DC ഫാനാണ്. DCയുടെ കുറേ റെഫറൻസ് ഈ ഒരു പടത്തിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇവരുടെ ടീഷർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിന്നെ DC ഫാൻസായിട്ട് തന്നെയാണ് ഇവരെ കാണിച്ചിരിക്കുന്നത്. മാർവലിൻ്റെ ഒരു കൊട്ടും ഈ ഒരു പടത്തിൽ കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ജിതിൻ ജീവികയുടെ പുറകെ നടക്കുന്ന മറ്റവനില്ലേ, നമ്മുടെ മാർക്കോയിലെ മറ്റവൻ, അവനെ ഇടിക്കുന്ന സമയത്ത് അവൻ ഇട്ടിരിക്കുന്നത് മാർവലിൻ്റെ ബനിയനാണ്. മാർവലിൻ്റെ ഒരു താങ്ങ് പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവരുടെ ഡ്രസ്സിൻ്റെ കളർ കളക്ഷൻ, ആ ഒരു പാറ്റേണൊക്കെ എളുപ്പം മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. ബോഡി സാപ്പ് ചെയ്യുന്നതിൻ്റെയും ഇവർ തമ്മിലുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ കളക്ഷനൊക്കെ എളുപ്പം മനസ്സിലാവും നമുക്ക് നോക്കിയാൽ തന്നെ. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.